SSLC എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആശങ്കകൾ ഒരുപാടുണ്ട്. ആ സമയങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം അവരുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി അതിനുശേഷം അവർക്ക് ഓൺലൈനായിട്ട് തന്നെ സിംഗിൾ വിൻഡോയിലൂടെ ഏകജാലകത്തിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റുകളൊക്കെ വന്നിരിക്കുകയാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞു. അതിൻ്റെ പ്രോസ്പെക്ടസ് ഒക്കെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ ചെക്ക് ചെയ്താൽ കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2025-26 പ്രോസ്പെക്ട്സ് വന്നു കഴിഞ്ഞു. അതാണ് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഏകജാലകത്തിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ പ്രോസ്പെക്ട്സിലുണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ കൃത്യമായി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കൃത്യമായി തന്നെ അത് മനസ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെല്ലാം രേഖകളാണ് ഇതിനാവശ്യമുള്ളതെന്ന് നിങ്ങളുടെ സമയം കളയാതെ ഏറ്റവും സ്പീഡിൽ തന്നെ ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനാവശ്യമായ രേഖകൾ നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരു ജനറലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ജനറൽ ആയ ഒരു സ്റ്റുഡൻറ്റിന് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതാണ് ഇപ്പോൾ പറയുന്നത്. അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഇൻകം സർട്ടിഫിക്കറ്റോ ഇപ്പോൾ ഉടനെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ ഈ 10ാം ക്ലാസ്സിലെ റിസൾട്ടിൽ അതിൻ്റെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പരോ സ്കൂളിന് കോഡോ ഒക്കെ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓൺലൈനിൽ വരുന്നതായിരിക്കും. പിന്നെ ഓഫ്ലൈനിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോമിൻ്റെ കൂടെ കൃത്യമായിട്ട് തന്നെ അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകളും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിന് എന്തുകൊണ്ടാണെന്ന് പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ എന്തെല്ലാം രേഖകളാണ് കരുതി വെക്കേണ്ടത്? ഒന്ന് EWO സർട്ടിഫിക്കറ്റ്. അത് കൃത്യമായിട്ട് തന്നെ ആ കാറ്റഗറിയിലുള്ള ആൾക്കാരത് കൃത്യമായി കരുതി വെക്കേണ്ടതാണ്. കാരണം അത് സംവരണേതര വിഭാഗത്തിലെ എന്ന് വെച്ചാൽ സംവരണമില്ലാത്ത വിഭാഗത്തിലെ അവശത അനുഭവിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് EBS. അത് നിങ്ങൾ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് സംബന്ധമായിട്ട് നിങ്ങൾ ചെന്ന് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കരുതി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് ബോണസ് പോയിന്റ്. അത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് അത് JRC, NCC, SBC തുടങ്ങിയ മേഖലകളിൽ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് സ്കൂളുകളിൽ നിന്ന് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് അത് ലഭിക്കും. അതുപോലെ ടൈ ബ്രേക്കിംഗ് അത് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ നിങ്ങൾ കരുതി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ മാർക്കിൽ ഗ്രേസ് മാർക്ക് ആഡായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് അർഹതയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂൾ കോഡും കോഴ്സിൻ്റെ കോഡും കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. കാരണം അത് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ആശങ്കയിൽ അതിന് പരിഹാരമുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഞാനിവിടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഉണ്ട്. കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ സ്കൂൾ കോഡാണ് ഞാനിത് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഏകദേശം 139ഓളം സ്കൂളുകൾ ഉണ്ട്. ആ സ്കൂളിൻ്റെ കോഡ് കൃത്യമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 50ഓളം സ്കൂളുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ആ കാറ്റഗറിയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലത് ഗേൾസ് സ്കൂൾ ഉണ്ടായിരിക്കും, ബോയ്സ് സ്കൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഗേൾസ് എന്നിട്ട് ബോയ്സ് സ്കൂളിൽ അതിൻ്റെ കോഴ്സ് നമ്പർ കൊടുത്തിടുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. കൃത്യമായിട്ട് തന്നെ അതൊക്കെ നിങ്ങൾ ചിന്തിച്ച് അതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ഫോമും ഫില്ല് ചെയ്യാൻ ഒരുങ്ങാൻ. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് സ്കൂളാണ് ഏകദേശം ഞാൻ പറഞ്ഞു 50 സ്കൂളോളം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സ്കൂളോളം ഏകദേശം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഏറ്റവും അടുത്ത സ്കൂളുകൾ ആ ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ ആ അടുത്ത സ്കൂളുകളും നമ്മുടെ നേറ്റീവ് പ്ലേസും ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അത് ബോണസ് ഉണ്ട്. ബോണസ് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ സ്കൂൾ കോഡും കോഴ്സ് കോഡും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള ആധാർ കാർഡാണ്. ഓഫ്ലൈനിൽ നിങ്ങളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ആധാർ കാർഡ് അതിൻ്റെ ഒരു കോപ്പി ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഈ ആധാർ കാർഡിൻ്റെ നമ്പർ മാത്രം നമുക്ക് മതിയാകും. അതും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അപേക്ഷകൻ
നമ്മളൊന്ന് പറഞ്ഞു പോകാം. അപേക്ഷകൻ 2025 ജൂൺ മാസം 15 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 20 വയസ്സ് കവിയാനും പാടില്ല. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പം റെഗുലറായിട്ട് പഠിച്ചു വന്ന ഒരു കുട്ടിക്കും നേരത്തെ പഠിത്തം നിർത്തി അതിന് ശേഷം +1 അപേക്ഷിക്കാൻ പോകുന്ന ഒരാൾക്കും ഇതിൽ നമുക്ക് ഈ ഏകജാലകത്തിലൂടെ അപേക്ഷ സമർപ്പിക്കാം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രായത്തിൻ്റെ ഡിഫറൻസ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞത്. ഇത് ഏകജാലകമാണ്. ഇതിൻ്റെ സൈറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മെമ്മറിയിൽ അത് കുറിച്ചിടുക. ഇന്ന് തൊട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ഇത് കൃത്യമായിട്ട് തന്നെ കിടക്കണം. HS ക്യാപ്പാണ്. അത് കൃത്യമായിട്ട് കിടക്കുക. കാരണം ഇനി കുറേ നാളത്തേക്ക് നിങ്ങളുടെ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും എല്ലാം ഉള്ളിലുള്ള ഒരു സൈറ്റാണ് HS ക്യാപ്പ്. അത് കൃത്യമായി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ സമർപ്പണം എന്ന് ആരംഭിക്കും എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. 14/5 ഈ 14-ാം തീയതി, മെയ് മാസം 14-ാം തീയതി അതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ടിങ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ അത് അറിയാൻ പറ്റും. ഇതുവരെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം 14-ാം തീയതി തന്നെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യും. അത് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. 14 to 20-ാം തീയതി വരെയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട. ഏകജാലകത്തിലൂടെ പ്ലസ് ഹയർ സെക്കൻഡറിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ആ ഒരു ഡേറ്റ് കാലയളവ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ഏകദേശം മെയ് 24-ാം തീയതിയോടുകൂടി ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വരും. ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്കൂൾ കോഡ് വെക്കാൻ മറക്കുകയോ വേറെ സ്കൂളുകൾ ആഡ് ചെയ്യാൻ വിട്ടുപോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർക്കുക, ഈ സമയത്ത് നിങ്ങൾക്കത് റീ എൻട്രി ചെയ്ത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം അതിൻ്റെ അകത്തുണ്ട്. അത് വിശദമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 2-ാം തീയതി, ഏകദേശം ജൂൺ 2-ാം തീയതി തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അത് ആദ്യത്തെ സാമ്പിൾ വന്നു. ആ സാമ്പിളിന് നമുക്ക് കിട്ടിയില്ല, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടി എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നെ ആ സ്കൂളിൽ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. മറ്റ് ഫീസും കാര്യങ്ങളൊന്നും അവിടെ അടയ്ക്കണ്ട. അപ്പം നിങ്ങൾ ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം ഓർക്കേണ്ട, രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന്, ആദ്യ അലോട്ട്മെൻറ്റിന് തന്നെ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ കിട്ടി. പക്ഷേ ആ സ്കൂൾ നിങ്ങൾക്ക് അത്രയും അക്സെപ്റ്റ് ആയിട്ടില്ല. കാരണം അത് പറ്റത്തില്ല. നിങ്ങൾക്ക് പോക്കുവരനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ സ്കൂളിൽ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കണം. ഫീസുകളൊന്നും ആദ്യ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അടയ്ക്കേണ്ടതില്ല. ആ ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി. പിന്നീട് നമുക്ക് അവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് മാറാം. അവിടുന്ന് ട്രാൻസ്ഫർ മേടിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഈ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത്, ആദ്യ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് മുഖ്യ അലോട്ട്മെൻ്റ് ഉണ്ട്. അത് അവസാനിക്കുന്ന തീയതി ജൂൺ 17-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം ജൂൺ 18-ാം തീയതിയോട് കൂടി തന്നെ ക്ലാസ്സുകൾ, +1-ൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ച് തുടങ്ങും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കരുതി വയ്ക്കുക. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ചുവട് വയ്ക്കുക, മുന്നോട്ട് പോകുക. അതുപോലെ എൻട്രൻസിന് കോച്ചിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ പോയ കുട്ടികളുണ്ട്. അവരുമൊക്കെ ഇത് മനസ്സിലാക്കുക. ഞാൻ കോഴ്സ് കോഡ് തെറ്റിപ്പോകാൻ പാടില്ല, സ്കൂളിൻ്റെ ഭാഗം തെറ്റിപ്പോകാൻ പാടില്ല. സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നവരും അതുപോലെ തന്നെ ബയോസയൻസ് എടുക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക, ഏതാണ് നമുക്ക് ഉതകുന്നതെന്ന്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബയോസയൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് തമ്മിൽ തെറ്റിപ്പോകാൻ പാടില്ല. ചിലപ്പോൾ ഒരു സ്കൂളിൽ തന്നെ ഇത് രണ്ടും കാണും. അപ്പോൾ ഈ രണ്ടിൻ്റെയും കോഡായിരിക്കും. ആ കോഡ് വെച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പം അതിൻ്റെ അകത്ത് ബയോളജി ഇല്ല, അതിന് CS ആണ് വരുന്നത്, മാത്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബയോസയൻസ് വരുന്നത് ബയോളജി പ്ലസ് ആഡ് ചെയ്യും. പിന്നെ ലാംഗ്വേജാണ്, ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് മസ്റ്റാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. പിന്നെ നമുക്കൊരു ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം, മലയാളമോ ഹിന്ദിയോ മറ്റ് ഇതര ഭാഷകളോ നമുക്ക് തിരഞ്ഞെടുക്കാം. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഏകദേശം പഠിച്ചു വയ്ക്കുക. സപ്ലിമെൻ്ററി ഘട്ടമുണ്ട്. അത് തുടങ്ങുന്നത് 28/6/2025 മുതൽ 23/7/2025 വരെ ഇത് അവസാനിക്കും. അത് കൃത്യതയോടെ മനസ്സിലാക്കി വയ്ക്കുക.
പിന്നെ സ്കൂള് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും സ്കൂൾ കോഡ് തിരഞ്ഞെടുക്കുമ്പോഴും ഏറ്റവും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള സ്കൂൾ ഒന്നാമത് വെക്കാനും അതിനുശേഷം അങ്ങനെയുള്ളൊരു പ്രയോറിറ്റി കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്ത് പോകണം. അതുപോലെ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒന്നാമത്തെ ലിസ്റ്റിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന സ്കൂളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് തന്നെ നിങ്ങളവിടെ ടെമ്പററി അല്ല പെർമനന്റ് അഡ്മിഷൻ അവിടെ എടുത്തിരിക്കണം. അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ 3 അലോട്ട്മെന്റിലും കിട്ടിയില്ലെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. ആ അലോട്ട്മെന്റിൽ നമുക്ക് ലിസ്റ്റിൽ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഒരു കട്ട് ഉണ്ട്. നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ കിട്ടി, പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റും ഉണ്ട്. അതുപോലെ SLC സർട്ടിഫിക്കറ്റിൽ നിന്നും നമ്മുടെ ഇപ്പോൾ SLC സർട്ടിഫിക്കറ്റ് നമ്മളൊരു സമുദായത്തിൽ ഉൾപ്പെട്ട ആളാണ്, പക്ഷെ നമുക്ക് മറ്റൊരു സമുദായത്തിലാണ് നമ്മളിപ്പം സമുദായത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റവന്യൂ സംബന്ധമായ അധികാരികളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വയ്ക്കുക. മറ്റ് വിഭിന്ന സമുദായങ്ങളാണ് അവകാശപ്പെടുന്നതെങ്കിൽ, നമ്മുടെ SLC ബുക്കിലില്ലാത്ത വിഭിന്ന സമുദായങ്ങളാണ് നമ്മൾ അവകാശപ്പെടുന്നതെങ്കിൽ നമ്മൾ റവന്യൂ അധികാരികളിൽ നിന്ന് ഒരു രേഖ അതിനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ നമുക്ക് ഓപ്പൺ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന തീയതിയും എന്നോട്ട് ആരംഭിക്കുന്നു, അത് എൻഡ് ചെയ്യുന്നതും എല്ലാം വിശദമായിട്ട് ഈ പ്രോസ്പെക്ടസിൻ്റെ ഈ പേജിൽ കൃത്യമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിവിടെ വ്യൂ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ പ്രത്യേകം അറിയിക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം, അതിന് കൃത്യമായിട്ട് മറുപടി തരുന്നതാണ്. അപ്പോൾ ഏകജാലകത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് സർക്കാർ സ്കൂളുകളിൽ ഇത് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഏകജാലക അഡ്മിഷൻ അതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ അവിടെ സ്വീകരിക്കും, അവർ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരു നിബന്ധനയും കൂടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ അധ്യാപകർക്കെല്ലാം ഈ സമയത്ത് തിരക്കായിരിക്കും. അപ്പോൾ സ്കൂളുകളെ നമ്മൾ സമീപിക്കാതെ കൃത്യമായിട്ട് തന്നെ അക്ഷയ സെൻ്ററുകളിൽ നിങ്ങൾ ഓഫ്ലൈൻ ഒരു ഫോം അവരുടെ നിന്ന് വാങ്ങിക്കൊണ്ട് ഓഫ്ലൈനായിട്ട് അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നാളെ അവരുടെ തെറ്റോ നിങ്ങളുടെ തെറ്റോ ആണോ ഇല്ലയോ എന്ന് അത് മറ്റാരും കുറ്റം പറയാത്ത രീതിയിൽ, ഒരു കുറ്റമറ്റ രീതിയിൽ നിങ്ങൾ ആ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്ത ഫോം തന്നെ ആയിരിക്കണം അക്ഷയക്കാർ അപ്ലോഡ് ചെയ്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത ഫോം കാശ് വാങ്ങുന്നത് കൊണ്ട് അവർ കൃത്യമായിട്ട് തന്നെ അത് ആ ജോലി ചെയ്തിരിക്കുമെന്ന് ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ രേഖകളെല്ലാം അക്ഷയയിൽ ഹാജരാക്കണം. 14-ാം തീയതിയാണ് ആരംഭിക്കുന്നത്, 20-ാം തീയതി വരെയാണ് നമുക്ക് അതിനുള്ള സമയങ്ങൾ. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്. ആ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ആ കാലയളവിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അതിൻ്റെ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളുകൾ മാറ്റി കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, സ്കൂളിൻ്റെ ലിസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഏകദേശം 50ഓളം സ്കൂളുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നവരും അതുപോലെ ബയോ സയൻസും കമ്പ്യൂട്ടർ സയൻസും അത് ഒരു സ്കൂളിൽ ചിലപ്പോൾ 2 കോഴ്സും കാണും. അപ്പോൾ നിങ്ങളത് വിശദമായിട്ട് മനസ്സിലാക്കി, ഇപ്പോൾ എൻട്രൻസ് എടുക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ അത് മാറിപ്പോയാൽ തന്നെ പിന്നീട് അഡ്മിഷൻ ആ ലെവലിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലെയാണ് അതിൻ്റെ സീറ്റ് ഒഴിവൊക്കെ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ചിലപ്പോൾ താല്പര്യമില്ലാത്ത കോഴ്സുകൾ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ പല കുട്ടികൾക്കൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്നും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം മുൻകൂട്ടി തന്നെ ഒരു തീരുമാനമെടുക്കണം. മാനസികമായി നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ ഇതെല്ലാം കുട്ടികളുടെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ കാലയളവ് മൊത്തം HS ക്യാപ്പ് അതായിരിക്കണം നമ്മുടെ ഉള്ളിൽ. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ വിശദമായിട്ട് തന്നെ നിങ്ങൾ ഇതുപോലൊരു ഫോം നേരത്തെ നിങ്ങൾക്ക് അത് അക്ഷയെന്നോ വല്ലതും സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് നേരത്തെ തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ഓൺലൈനിൽ കാണിച്ചു തരാമായിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അപ്പോൾ ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അത് പ്രിൻ്റ് എടുക്കുമോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് ഫോണിൽ ആ ലിങ്കിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് ഇതിൻ്റെ എന്തെല്ലാം രീതിയിലാണ് അത് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വന്നാൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ അല്ലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇടുക.
നിങ്ങൾ എന്തെങ്കിലും സംശയം ഈ വീഡിയോ സംബന്ധമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം, മറുപടി തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ ആണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.